മിക്ക ബിസിനസ് ഓണേഴ്സും 6 days എങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധത്തോടെയാണ് കൂടുതൽ ജോബ് ഓഫേഴ്സും ഇപ്പോൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ജോബിനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും 6 days ആണ് ഇൻ എ വീക്ക് അവർക്ക് വർക്ക് വരുന്നത്. 6 days ഇൻ എ വീക്ക് വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് കൾച്ചർ വളരെ കോമൺ ആയിട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുതപ്പെട്ട എല്ലാ കമ്പനീസും 6 days ആണ് വർക്ക് ചെയ്യുന്നത് ഇൻ എ വീക്ക്. 5 days കൊണ്ട് ചെയ്യാവുന്ന വർക്ക് അവർ 5 days കൊണ്ട് തീർക്കണം എന്നുള്ളത് ചിന്തിക്കാതെ 6 days എങ്കിലും നമുക്ക് വർക്ക് ചെയ്ത് അത് തീർക്കാം. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിനേക്കാൾ ഉപരി പ്രൊഡക്ടിവിറ്റി നോക്കാതെ അവേഴ്സ് സ്പെൻഡ് ഓൺ കമ്പനി അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് മിക്ക കമ്പനീസും ഇപ്പോൾ കൊടുക്കുന്ന ജോബ് ഓഫറാണ് 6 days ഇൻ എ വീക്ക്. 5 days നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് 6 days എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു? 2 days ഒരാഴ്ചയിൽ നമുക്ക് റെസ്റ്റ് കിട്ടുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിൽ റിലാക്സ്ഡായി നെക്സ്റ്റ് വീക്ക് 5 days നമുക്ക് കട്ടയ്ക്ക് പണിയെടുക്കാൻ പറ്റും. പക്ഷേ അത് കൺസിഡർ ചെയ്യാതെ എങ്ങനെയെങ്കിലും 6 days എന്നുള്ള ജോബ് കൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്ത് മാക്സിമം ആൾക്കാരെ 6 days വർക്ക് ചെയ്യിപ്പിക്കുക ഇൻ എ വീക്ക് ഇൻസ്റ്റെഡ് ഓഫ് 5 days എന്നുള്ള വർക്ക് കൾച്ചർ. 5 days ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരു വീക്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് ഊർജ്ജസ്വലതയോടെ വർക്ക് ചെയ്ത് 2 days റെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ആഴ്ച നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മിക്ക ബിസിനസ് ഓണേഴ്സും 6 days എങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധത്തോടെയാണ് കൂടുതൽ ജോബ് ഓഫേഴ്സും ഇപ്പോൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ജോബിനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും 6 days ആണ് ഇൻ എ വീക്ക് അവർക്ക് വർക്ക് വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ടയർഡ്നെസ്, ഫിസിക്കൽ ടയർഡ്നെസ് ഇതൊന്നും കൺസിഡർ ചെയ്യാതെ മാക്സിമം കമ്പനീനെ പ്രോഫിറ്റിലോട്ട് പുഷ് ചെയ്യുക, എംപ്ലോയിയുടെ പെർഫോമൻസിനെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യാതെ ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോഫിറ്റ് എന്നുള്ള രീതി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കമ്പനിയെ ലോങ് ടേമിലോട്ട് വളർത്താൻ പറ്റാതെ എംപ്ലോയീസ് നിൽക്കാതെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ 5 days വർക്ക് ഇൻ എ വീക്ക് അവൈലബിൾ ആണെങ്കിൽ അപ്പം ചാടാൻ നോക്കുന്നു. സോ ഇത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് 5 days വർക്ക് ഇൻ എ വീക്ക് എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങണം. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല നല്ല ക്വാളിറ്റി എംപ്ലോയീസിനെ കിട്ടി തുടങ്ങും. ക്വാളിറ്റി എംപ്ലോയീസ് നിങ്ങളുടെ കമ്പനി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ വർക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി സ്ട്രോങ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ കമ്പനീസ് സ്ട്രോങ് ആയി മാറും. ബാക്കിയുള്ള കോമ്പറ്റീഷൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള കമ്പനീസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ എവിടെയൊക്കെ കമ്പനീസ് ഉണ്ടോ ആ കമ്പനീസ് എല്ലാം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് ടു ഇംപ്ലിമെന്റ് ഈസ് 5 days വർക്ക് ഇൻ എ വീക്ക് ഇൻസ്റ്റെഡ് ഓഫ് 6 days. ആ മാറ്റം കൊണ്ടുവരുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ എംപ്ലോയീസ് നിങ്ങൾക്ക് വേണ്ടി കട്ടയ്ക്ക് പണിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ല നിങ്ങളെ സംബന്ധിച്ച് പണ്ട് കാലഘട്ടത്തിൽ 1948 അതിന് മുന്നേ 48 hours എങ്കിലും പണിയെടുപ്പിച്ച് അതിൽ നിന്ന് മാക്സിമം അവരെ പിടിഞ്ഞെടുത്ത് അതിൽ നിന്ന് കിട്ടാവുന്ന എന്തും കിട്ടി അവരെ തള്ളി ഒരു അടിമ മൈൻഡ് സെറ്റാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സോ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് നിങ്ങളൊരു മാറ്റം കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിലെ കമ്പനീസ് നമ്മുടെ ആൾക്കാരുടെ കമ്പനീസും വേറെ ലെവലിലോട്ടായിരിക്കും മാറാൻ പോകുന്നത്. ട്രൈ ആൻഡ് സീ.